ശേഷം 8:12 വാക്യം വായിക്കാം. എന്ന് പറഞ്ഞു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശു പറഞ്ഞ കാര്യമാണ്. പിന്നെയും വായിക്കുന്നു, യേശു പിന്നെയും അവരോട് സംസാരിച്ചു. കാരണം ഇതിനു മുമ്പേ യേശു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക ജനത്തോട്. തൊട്ടു മുമ്പേ നമുക്ക് കാണാം ഒരു പാപിനിയായ സ്ത്രീയുടെ കാര്യം. അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ മോശയുടെ ന്യായപ്രമാണത്തിൽ അങ്ങനെ വ്യവസ്ഥയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജനമെല്ലാം കല്ലെറിയാനെടുത്തപ്പോൾ ഒറ്റ വാക്കിനാൽ കർത്താവ് അവിടെ ആ വിഷയത്തെ അവിടെ നിർത്തുവാനായിരുന്നു. ഇതെല്ലാം പരിഹരിച്ച് കടന്നു വന്നിട്ട് കർത്താവ് പിന്നെയും പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചം ഉള്ളവനാകും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വേദഭാഗം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ എഴുതിയത് സുവിശേഷമാണ്. 21 അധ്യായങ്ങൾ 876 വാക്യങ്ങൾ ഇതിനകത്തുണ്ട്. ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച്, യേശു പൂർണ്ണ ദൈവമാണെന്നുള്ള നല്ല ഒരു അറിവ് ഈ അധ്യായത്തിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. മറ്റൊന്നിലും പറയാത്ത വ്യത്യസ്തത നിലവാരത്തിലാണ് ഈ യോഹന്നാന്റെ സുവിശേഷം എഴുതിയിട്ടുള്ളത്. ഇവിടെ പറഞ്ഞ ഞാൻ ലോകത്തിന്റെ വെളിച്ചം, ഇതുപോലെ ഞാൻ ഞാൻ വാതിലാകുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഇതെല്ലാം ഇങ്ങനെ കർത്താവ് പലപ്പോഴും കർത്താവിനെ കുറിച്ച് വ്യക്തമായ ഒരു അറിവ് ജനത്തിന്റെ ഉള്ളിൽ കൊണ്ടുവരുമ്പോഴാണ് പറഞ്ഞത് ഞാൻ ജീവന്റെ വെളിച്ചമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വെളിച്ചം, കാരണം ജീവന്റെ വെളിച്ചമെന്ന് പറയുമ്പോൾ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമെന്ന് പറയുമ്പോൾ, ഈ ലോകത്തിൽ വെളിച്ചമുണ്ട്. പക്ഷേ ഈ വെളിച്ചത്തെ ആഗ്രഹിക്കുന്നവരുടെ മേൽ ഈ വെളിച്ചം പകരും ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വെളിച്ചം വെച്ചിട്ടുണ്ട് ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇത് ആഗ്രഹിക്കുന്നവരുടെ ഉള്ളിൽ, ആഗ്രഹിക്കാത്തവരുടെ ഉള്ളിൽ ഈ വെളിച്ചം എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഈ വെളിച്ചം എൻ്റെ മേൽ പകരണമേ എന്ന ആഗ്രഹത്തോടെ ആരെങ്കിലും പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ ഈ വെളിച്ചം നമ്മിൽ പകരുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ എടുക്കണ്ട, 1-ാമത്തെ അധ്യായത്തിൽ തന്നെ 1-2 വാക്യം പറയുമ്പോൾ തന്നെ ആദ്യം ഉണ്ടാക്കിയത് വെളിച്ചമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഭൂമിയെ ഒന്നെല്ലാം ക്രിയേറ്റ് ചെയ്ത് എടുക്കുവാൻ വേണ്ടി ദൈവം ഇങ്ങനെ പദ്ധതി ഇട്ടപ്പോൾ ആദ്യം ചെയ്തത് വെളിച്ചമാണ് ഉണ്ടാക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിച്ചത്തിന് ഭയങ്കരമായ മഹത്വമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വ്യക്തി, ഇരുളിലിരിക്കുന്ന ഒരു വ്യക്തി വെളിച്ചത്തിലേക്ക് ഒന്ന് കടക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു പ്രകാശം അനുഭവിക്കാനായിടയിത്തീരും. പക്ഷേ ആ വെളിച്ചത്തിലോട്ട് കയറുമ്പോഴാണ് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നത് ഞാൻ എത്ര ഇരുളിലാണ് ഇരുന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് വെളിച്ചത്തിന് ഭയങ്കരമായ പ്രാധാന്യമുണ്ട്. വെളിച്ചമില്ലാതെ നമുക്ക് ഇരുട്ടത്തൊന്നും തപ്പിയെടുക്കാനായിട്ട് കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയ ഇരുട്ടായിരുന്നാലും അവിടെ ഒരു തിരിയെങ്കിലും മെഴുകുതിരിയെങ്കിലും കത്തിച്ച് വെച്ചാൽ മാത്രമേ അവിടെ വെട്ടം കെട്ട് നമുക്കൊരു സാധനം എടുക്കാനായിട്ട് കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇരുളിൽ നടക്കുന്ന ഒരു വ്യക്തി യേശു എന്ന വെളിച്ചം നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ നമ്മൾ പ്രകാശിതരായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഈ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 9:2 വായിക്കാമോ? 9:2. ശോഭിച്ചു. മതി. മത്തായി 4:14. മത്തായി 4:14. മതി. ഇരുട്ടിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. കാരണം ഈ സബൂൽ ദേശവും നഫ്താലി ദേശവും കടൽക്കരയും യോർദാനക്കരയുള്ള നാട്, ജാതികളുടെ ഗലീലി, ഇതെല്ലാം ഒരു പ്രയോജനമില്ലാത്ത ഒരു സ്ഥലങ്ങളാണ്. അവിടെയുള്ള വ്യക്തികളും ശരിക്കും പറഞ്ഞാൽ അല്പം ഒരു പ്രയോജനമില്ലാത്ത ഒരു വ്യക്തികൾ, ഇരുട്ട് തപ്പി നടന്ന ഒരു കുറെ വ്യക്തികൾ, കുറെ സ്ഥലങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ അവിടെ എല്ലാം യേശു ക്രിസ്തു കടന്നു വന്നപ്പോൾ അങ്ങനെ വായിക്കുന്നത്, ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരണത്തിന്റെ ദേശത്തിന്റെ നിഴലിരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. കാരണം അവരെല്ലാം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, നമ്മൾ മരിച്ചു പോകും, മരണത്തിന്റെ നിഴലിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പക്ഷേ അവിടെ മധ്യേ യേശു പ്രകാശമായി ഇറങ്ങി വരുവാൻ ഇടയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം നമ്മുടെ ജീവിതത്തിൽ
ജീവിതത്തിൽ ഇറങ്ങി വരുന്ന കർത്താവ് എന്ന് പറയുമ്പോൾ നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ വായിച്ചതുപോലെ 21-ൽ വായിച്ചതുപോലെ ഇരുളും പ്രകാശവും തമ്മിൽ കർത്താവ് ദൈവം വേർതിരിച്ചു ആദ്യം. അതുപോലെ തന്നെയാണ് ഇരുളിരിക്കുന്ന ഒരു ജനത്തെ പ്രകാശത്തിലോട്ട് വേർതിരിച്ച് മാറ്റുമ്പോഴുള്ള ഒരു അനുഭവം. പ്രൈസ് ദി ഹല്ലേലൂയ. കാരണം എന്തുകൊണ്ടെന്നില്ല സഹോദരിമാര് അല്ലെങ്കിൽ ദൈവജനം യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ, യേശുവിനെ അറിയുന്നതിന് മുമ്പായിട്ട് അവരുടെ ജീവിതം അരക്ഷിതാവസ്ഥയിലായിരുന്നു. പ്രൈസ് ദി ഹല്ലേലൂയ. അവിടെ നിന്ന് ഒരു വ്യത്യാസം വന്നപ്പോഴാണ് ജനമെല്ലാം എന്ത് ചെയ്ത് യേശുവിന്റെ പുറകാലെ പോകാനായിരുന്നു. പ്രൈസ് ദി ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങളിലും ഒരു വെളിച്ചം നമ്മുടെ ഉള്ളിൽ കടന്നു വന്നത് കൊണ്ടാണ് നാം ഇത്രയും പേര് ഇതിനകത്തിരിക്കുന്നത്. പ്രൈസ് ദി ഹല്ലേലൂയ. എന്തുകൊണ്ട് ഞായറാഴ്ച ദിവസം ദൂരെ നിന്നും അടുത്തുനിന്നും ചാരുനിന്നും എല്ലാം വന്ന് ദൈവാലയത്തിൽ നിന്ന് കൂടി വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ വെളിച്ചം ദൈവം നമ്മൾ പകർന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ഹല്ലേലൂയ. പ്രൈസ് ദി ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമ്മൾ തന്ന വെളിച്ചത്തെ ഒരിക്കലും നഷ്ടമാക്കാതെ വേണം ആ വെളിച്ചത്തെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് ഏതുവരെ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവില്ല, ഇല്ലെങ്കിൽ നാം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നത് വരെ. പ്രൈസ് നാം വീണ്ടും ഇരുട്ടിലോട്ട് പോകാനായിട്ട് ആരും ശ്രമിക്കരുത്. പ്രൈസ് ദി ഹല്ലേലൂയ. കൊലോസ്യർ 1:12-13 ഒന്ന് വായിക്കാമോ? 1:12-13. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി. കാരണം നമ്മെ വിളിച്ചതെന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലേക്കുള്ള അവകാശത്തിനായി. എന്നിട്ട് നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നാണ് കർത്താവ് എന്ത് ചെയ്തത്? സ്വരൂപനായി പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. പ്രൈസ്. നമ്മൾ ഇരുട്ടിന്റെ അധികാരത്തിലിരുന്ന വ്യക്തികളാണ്. പക്ഷേ ഇന്ന് നമ്മെ ദൈവം പുത്രന്റെ രാജ്യത്തിലാണ്. പുത്രന്റെ രാജ്യം എന്തോ വെളിച്ചമല്ലേ? പ്രൈസ് ഹല്ലേലൂയ. ആ വെളിച്ചത്തിൽ നമ്മെ ആക്കി വെച്ചിരിക്കണം. അതുകൊണ്ട് നാം സന്തോഷിക്കണം. പ്രൈസ് ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമില്ലേ? പ്രശ്നമുണ്ട്. പ്രയാസങ്ങളില്ലേ? ഉണ്ട്. കഷ്ടതയില്ലേ? ഉണ്ട്. ഞെരുക്കങ്ങളുണ്ട്. എല്ലാം ഉണ്ട്. രോഗങ്ങളുണ്ട്. ഇതെല്ലാം കടന്നു വരും. പക്ഷേ നമ്മെ പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കണം. നമ്മൾ ഒരിക്കലും ഇരുട്ടിലായിരുന്നു. അവിടെ നിന്നെല്ലാം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രകാശമായി വന്ന് വെളിച്ചമായി വന്ന് പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ഹല്ലേലൂയ. ഹല്ലേലൂയ. യോബിന് 18 വായിക്കണ്ട. യോബ് 18:5-6 വായിക്കും പറയുന്നു, ദുഷ്ടന്മാരുടെ വെളിച്ചം കെട്ടുപോകും. പ്രൈസ് ദി ഹല്ലേലൂയ. കാരണം ദുഷ്ടത ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രകാശം കെട്ടുപോകാനിടയായി തീരും. പ്രൈസ് ദി ഹല്ലേലൂയ. എന്നാൽ കർത്താവിന്റെ സ്നേഹത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയുടെ വെളിച്ചം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ഹല്ലേലൂയ. ദാവീദിനെ ഒരിക്കൽ ദാവീദിനെ ജനം പറഞ്ഞു എന്തോന്നു, നീ ഇസ്രായേലിന്റെ ഒരു ദീപമാണ്. ദാവീദിനോട് പറഞ്ഞതാ. പ്രൈസ് ദി ഹല്ലേലൂയ. കാരണം ഇസ്രായേലിന് വേണ്ടി ശക്തമായി യുദ്ധം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. അന്നത്തെ ഇസ്രായേൽ രാജാവാണ്. പ്രൈസ് ദി ഹല്ലേലൂയ. അന്ന് രാജാവിനായ ദാവീദിന്റെ മേൽ ദൈവം ചെയ്തു വെച്ചിരുന്നെന്ന് പറഞ്ഞ ഒരു നിയോഗം കൊടുത്തിരുന്നത് ദൈവജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, ദൈവ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, വരുന്ന ഫെലിസ്ത്യരോടെല്ലാം യുദ്ധം ചെയ്യുവാൻ. നമുക്ക് വായിക്കാം 2 ശമൂവേലിന്റെ പുസ്തകം 21:15-17 വാക്യം വായിക്കാമോ? മേലാ ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് വന്നു പോകരുത്. പ്രൈസ് ദി ഹല്ലേലൂയ. ദാവീദിനോട് പറയണം, ഭൃത്യന്മാർ പറയരുത്. കാരണം അന്ന് ഭയങ്കരമായ യുദ്ധമായി ഉണ്ടായപ്പോൾ യുദ്ധം ചെയ്ത് വന്നപ്പോൾ ദാവീദ് തളർന്നു പോയി. ഈ ഒരു അവസരമാണ് അവിടെ ഫെലിസ്ത്യയായ റാഫാ മക്കൾ ഇസ്ബനോ എന്ന ഒരുവൻ ദാവീദിനെ വെട്ടുവാനായിട്ട് വന്നു. പ്രൈസ് ദി ഹല്ലേലൂയ. റാഫാ മക്കളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? റാഫാ മക്കളുടെ പ്രത്യേകത എല്ലാവർക്കും 6 വിരലുള്ളതായിരുന്നു. കയ്യിൽ 6 വിരൽ, കാലിൽ 6 വിരൽ, അങ്ങനെ 24 വിരൽ ഒരു മനുഷ്യനുണ്ടായിരിക്കും. റാഫായ്ക്ക് 4 മക്കളുണ്ട്. 4 മക്കളും ഈ യുദ്ധത്തിൽ പങ്കെടുത്തു. പ്രൈസ് ദി ഹല്ലേലൂയ. 4 യുദ്ധം നടന്നു. ഓരോ സ്ഥലത്തും ഓരോ റാഫയുടെ മക്കൾ എന്ത് ചെയ്ത് യുദ്ധത്തിന് പുറപ്പെട്ടു. അവർക്ക് എല്ലാവർക്കും 6 വിരലുണ്ടായിരുന്നു. പക്ഷേ ഈ റാഫ മകൻ വന്ന്
ഈ ദാവീദിനെ ഒടുക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ സെരിയുടെ മകൻ അബീഷായി അവിടെ വന്നിട്ട് എന്ത് ചെയ്തു? ദാവീദിനെ രക്ഷിക്കാൻ തുടങ്ങി. രക്ഷിച്ചു. പക്ഷെ അപ്പോൾ പറഞ്ഞു, ഇനി മേലാൽ നീ ഞങ്ങളോടൊപ്പം യുദ്ധത്തിന് വരരുത്, നീ നമ്മൾ ഇസ്രായേലിന്റെ ദീപമാണ്. ആ ദീപത്തെ കെടുത്തുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് മേലാൽ ഇനി യുദ്ധത്തിൽ വരരുത്. ഹല്ലേലൂയ. ദാവീദ് പറയുന്നു, യഹോവയുടെ വെളിച്ചം എന്റെ രക്ഷയുമാകുന്നു. വായിക്കണ്ട 27-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, ദാവീദ് പറയുന്നു, യഹോവന്റെ വെളിച്ചം എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവന്റെ ജീവന്റെ ബലം ഞാൻ ആരെ പിടിക്കും? ദാവീദിന് ഒരേ ഒരു ആഗ്രഹം, കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തെ എപ്പോഴും മുമ്പിൽ വെച്ചിരുന്നു. പ്രൈസ് ഹല്ലേലൂയ. കാരണം എന്നുവെച്ചാൽ ചെറിയ ചെറിയ ഗുണങ്ങൾ ഉണ്ടായിരുന്നു ദാവീദിന്. കാരണം സുനേന്ദ്രനായിരുന്നു, കോമളനായിരുന്നു, ഇത് വായിക്കാൻ വായനയിരുന്നു, ഗുണനായിരുന്നു. ഇങ്ങനെയുള്ള കഴിവെല്ലാം ഉണ്ടായിരുന്ന ദാവീദിനെ ദൈവം പ്രത്യേകമായി നോട്ടിട്ടു. പ്രൈസ് ഹല്ലേലൂയ. ഇവനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്ത് കൊണ്ടുവന്നാൽ ഇസ്രായേലിനെ രക്ഷിപ്പാൻ ഇവനെ കൊണ്ട് കഴിയും എന്നുള്ള ഒരു കാഴ്ച ആ ദാവീദിന് മേൽ ദൈവത്തിനുണ്ടായിരുന്നു. പ്രൈസ് ഹല്ലേലൂയ. നമ്മെയും ദൈവം ഓരോ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് ദൈവം എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ്. പ്രൈസ് ഹല്ലേലൂയ. നമ്മിൽ നിന്നും വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടാണ് ദൈവം നമ്മെ അഭിഷേകം ചെയ്യുന്നത്. പ്രൈസ് ഹല്ലേലൂയ. എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, എനിക്ക് വേണ്ടി സംസാരിപ്പാൻ, എനിക്ക് വേണ്ടി പാടുവാൻ, എനിക്ക് വേണ്ടി യാത്ര ചെയ്യുവാൻ, എനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ, അതിനുവേണ്ടി എല്ലാം ഓരോ മക്കളെയും ദൈവം നമ്മിൽ നിന്ന് കണ്ടിട്ടുണ്ട്. പ്രൈസ് ഹല്ലേലൂയ. നേരത്തെ ദേവാസൻ പറഞ്ഞതുപോലെ ഞാനിപ്പോ ചിന്തിക്കുന്നു, ഞാൻ പ്രായമായി കൊണ്ടുവരിക. പ്രൈസ് ഹല്ലേലൂയ. ആ സ്ഥാനത്ത് പാടാൻ ഒരു വ്യക്തി എന്ത് ചെയ്യണം? സഭയ്ക്കകത്ത് നിർണ്ണയിക്കണം. പ്രൈസ് ഹല്ലേലൂയ. പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ വരും. എല്ലാവരും ബുദ്ധിയും കഴിവും ഉണ്ടായിരുന്നിട്ടല്ല ദൈവസ്ഥനിൽ പാടുന്നത്, ദൈവജനം സംസാരിക്കുന്നത്, ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. പ്രൈസ് ഹല്ലേലൂയ. ചെറിയ ചെറിയ ചില കഴിവുകളെ ദൈവം വലിയതാക്കി തീർക്കുന്നതാണ്. പ്രൈസ് ഹല്ലേലൂയ. എന്റെ മേൽ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ അപ്പോൾ വന്നത് ദീപയുടെ ചിന്തയാണ്. പ്രൈസ് ഹല്ലേലൂയ. ദീപയ്ക്ക് ആ നിലവാരത്തിൽ പാടുവാൻ കഴിയുമെന്ന് എൻ്റെ മനസ്സിൽ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ഇങ്ങനെ കടന്നു വന്നു. പാട്ടിന് മുൻപായിട്ട് എന്ത് ചെയ്യണം? കടന്നു വരണം. പ്രൈസ് ഹല്ലേലൂയ. ഒരു മൈക്ക് വെച്ച് പാടി തുടങ്ങണം. പ്രൈസ് ഹല്ലേലൂയ. പിന്നെ ദൈവം അത് വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യും? ഇടയായി തീരും. പ്രൈസ് ഹല്ലേലൂയ. നമ്മുടെ ചെറിയ ചെറിയ കഴിവുകൾ, ദാവീദിന് ചെറിയ കഴിവേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. പ്രൈസ് ഹല്ലേലൂയ. ബാലനായിരുന്നു, പക്ഷേ അതിലവൻ വിശ്വസ്തനായിരുന്നു. പ്രൈസ് ഹല്ലേലൂയ. ദാവീദ് ശക്തമായി ദൈവസന്നിധിയിൽ കിന്നര വായന വായിക്കും. കാരണം അഭിഷേകം ചെയ്തതിനു ശേഷം ശൗലിന്റെ ദുരാത്മാവിനെ മാറ്റിയത് പോലും ദാവീദ് കിന്നരം വായിക്കുമ്പോഴാണ്. പ്രൈസ്. ആദ്യം ചെറിയ കാര്യങ്ങളെ ചെയ്ത് ആദ്യം കരടി വന്നോ സിംഹം വന്നോ അതിനെയെല്ലാം ശക്തിയോടെ ദൈവത്തിന്റെ ആത്മാവിനെ എതിർത്ത് അതിനെ ജയിപ്പാനിടയായി തീർന്നു. പക്ഷെ പിന്നെ അതിനേക്കാളും ബലമുള്ള ശൗലിന്റെ അടുക്കലാണ് കടന്നു വന്നത്. പ്രൈസ്. അവന്റെ മേൽ ദുരാത്മാവിനെ മാറ്റുവാൻ ദൈവം ഉപയോഗിച്ചത്. പ്രൈസ്. ഇങ്ങനെ ചെറിയ അഭ്യാസങ്ങളിൽ കൂടെയാണ് ദൈവം വലിയതാക്കി കൊണ്ടുവരുന്നത്. പ്രൈസ് ഹല്ലേലൂയ. ദൈവകൃപയാൽ ഈ സ്ഥാനത്ത് ദൈവം നിർത്തിയെന്ന് പറഞ്ഞാൽ ഓടി വന്ന് ദൈവം എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയതല്ല. പ്രൈസ്. 2003 തൊട്ട് കർത്താവിന്റെ വേലയിൽ പല സ്ഥലങ്ങളിൽ കടന്നു പോകും, പലരോടെയും സുവിശേഷം പറയും, പലരെയും ദൈവസന്നിധിയിൽ കൊണ്ടുവരികയും പലയിടത്തും ദൈവജന സംസാരിപ്പാനും എല്ലാം ദൈവം ഉപയോഗിച്ചിട്ടാണ് ഈ സ്ഥാനത്തെല്ലാം ദൈവം കൊണ്ടെത്തിച്ചത്. പ്രൈസ് ഹല്ലേലൂയ. വലിയ സ്ഥാനമൊന്നും പറയില്ല, എന്നാലും ദൈവം എത്തിക്കേണ്ട സ്ഥാനത്ത് ദൈവം എന്ത് ചെയ്ത് കൊണ്ടെത്തിച്ചു അനുഗ്രഹമായി. പ്രൈസ് ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് സ്ഥിരം ദൈവദാസനെ ഞാൻ ശുശ്രൂഷിക്കല്ലേ, ഇന്ന് ഞാൻ ദൈവജനം സംസാരിക്കണോ എന്ന് തന്നെ ഒരു സംശയം എനിക്കൊരു വെളുപ്പാങ്കാലം 4 മണിയായപ്പോൾ ഉണ്ടായി. എന്ത് ദൈവജനം സംസാരിക്കണമോ? ദൈവം എന്നോട് പെട്ടെന്ന് ഞാൻ ഒരു വാക്യം പറയുകയായിരുന്നു, നീ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതാ. നീ പോകുവാൻ നിന്റെ ഫലം നിലനിൽക്കാൻ വേണ്ടി ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുക. ഒരു വചനം തന്നു, പിന്നെ ആ ബലപ്പെടുവാൻ കഴിഞ്ഞത്. പ്രൈസ് ഹല്ലേലൂയ. 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 കരങ്ങൾ തന്നെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ദാവീദിനെ ഇങ്ങനെല്ലാം ദൈവം ഉപയോഗിച്ചു. കാര്യമെന്ന് പറഞ്ഞാൽ ദാവീദിന്റെ കഴിവ് ഉണ്ടായിരുന്നു, പക്ഷെ അതിനെ വർദ്ധിപ്പിക്കുവാൻ ദൈവം സഹായിച്ചു. ദാവീദിനുള്ള ചെറിയ ചില കഴിവുകളെല്ലാം ദൈവം അത് വർദ്ധിപ്പിച്ചു. കാരണം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതെല്ലാം ചെയ്യിപ്പിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. പ്രൈസ് ഹല്ലേലൂയ. നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതെല്ലാം ചെയ്യിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ നാം എന്ത് ചെയ്യുന്നില്ല? ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നില്ല. ആ സമർപ്പണം നമ്മുടെ ജീവിതങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല? വരുന്നില്ല. പ്രൈസ് ഹല്ലേലൂയ. ഈ പ്രകാശത്തെ കുറിച്ചെല്ലാം സംസാരിച്ചല്ലോ. ഒന്ന് ചിന്തിക്കാമോ? ദൈവമേ, അങ്ങനെ ഒരു പ്രകാശം ഉണ്ടെങ്കിൽ എന്റെ മേലൊന്ന് ആവസിക്കണമേ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയില്ലേ? പ്രൈസ് ഹല്ലേലൂയ. പ്രൈസ്. ഇങ്ങനെ പ്രകാശം കണ്ടു എന്ന് എല്ലാവരും പലരും പറയുന്നല്ലോ. പ്രൈസ് ഹല്ലേലൂയ. ഒരിക്കലും ഇങ്ങനെ ഈ പ്രകാശത്തിന് വേണ്ടി ഞാൻ കൊതിച്ചിട്ടില്ല. പ്രൈസ് ഹല്ലേലൂയ. സത്യം.
അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഇല്ലായിരുന്നു. കാരണം ഓരോ ദിവസവും ദൈവം നടത്തിയ വിധങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഇതിനകത്തുള്ള സത്യങ്ങൾ എനിക്ക് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസത്തിൽ കടന്നു വന്നു. രാത്രി കാലങ്ങളിലെല്ലാം ഇന്നും രാത്രി കാലങ്ങളെല്ലാം വായിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രാത്രി കാലങ്ങൾ ദൈവവചനം വായിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കരമായ ഒരു ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 10-11 മണി വരെയെങ്കിലും ദൈവവചനം ഞാൻ വായിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അന്നതുപോലെ അന്ന് പഠിക്കാൻ വേണ്ടി ഇതിനകത്ത് എന്താണെന്ന് കണ്ടുപിടിക്കണം, ഇതിന്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കണം, ഇതിലൊരു സത്യമുണ്ടെങ്കിൽ ആരെങ്കിലും അറിയിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ വായിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 11-11:30 മണിയാകുമ്പോൾ എനിക്ക് അറിയാതെ കണ്ണങ്ങ് തോന്നും. എന്റെ കണ്ണടയുമ്പോൾ ഞാൻ അവിടെ ഇട്ടിരിക്കുന്ന ബൾബ് 7 മടങ്ങ് പ്രകാശിക്കും. ഈ പ്രകാശം കൊണ്ട് എന്നെ ചുറ്റും. പ്രൈസ് ദി ലോർഡ്. അത് 1-2 ദിവസങ്ങളല്ല, അനേക ദിവസങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ പിന്നെ നോക്കിയിരിക്കുമ്പോൾ ഈ ബൾബിന്റെ പ്രകാശം നോർമലായിരിക്കും. പിന്നെ ആ പ്രകാശം ഒന്ന് മാറും. പിന്നെ അങ്ങ് ഉണർവ് വരും. പിന്നെയും പ്രാർത്ഥിക്കും. പിന്നെയും ദൈവവചനം വായിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പ്രകാശം ആരുടെ മേലെല്ലാം വന്നിട്ടുണ്ടോ അവരെല്ലാം ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പ്രകാശം ആരുടെ മേലെല്ലാം ദൈവം പകർന്നിട്ടുണ്ടോ അവരെല്ലാം ദൈവം ശക്തമായി ഉപയോഗിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഇതറിയാതെ ഇരിക്കുന്നുവെങ്കിൽ ഒന്ന് ആഗ്രഹിക്കാമോ, കർത്താവേ എന്റെ മേൽ ഈ പ്രകാശം ഒന്ന് ഉദിപ്പിക്കണമേ. ഇവിടെ പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. യേശു പറഞ്ഞ കാര്യമാണ്. യേശു പറഞ്ഞു ഞാൻ വെളിച്ചമാണ്. ആ വെളിച്ചം എന്നിലൊന്ന് ആവസിക്കണമേ. എന്നിലുള്ള ഇരുട്ടുകൾ മാറുവാൻ വേണ്ടി നീ എന്നെ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്നു. എന്നാലും എന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ ഇരുട്ടുകൾ എന്നെ പിന്തുടർന്ന് കർത്താവേ എന്നെ ഒന്ന് സഹായിക്കണമേ. ആ വെളിച്ചം എന്റെ മേലൊന്ന് ഉദിപ്പിക്കണമേ എന്ന് നാം ദൈവസന്നിധിയിൽ പറയുവാൻ തീരുമാനിച്ചാൽ ഈ വെളിച്ചം ആർക്കും അകലെയല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഇവിടെ ദാവീദ് പറയുന്നു യഹോവന്റെ വെളിച്ചം എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും, യഹോവന്റെ ജീവന്റെ ബലം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ദാവീദിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് യഹോവയുടെ മനോഹരത്വം കാണണം, അവന്റെ മന്ദിരത്തിൽ എനിക്ക് ധ്യാനിക്കണം, എന്റെ ആയുഷ്കാലം ഒക്കെയും എന്റെ ആലയത്തിൽ എനിക്ക് പാർക്കണം. പ്രൈസ് ദി ലോർഡ്. ആലയത്തിൽ എന്തുണ്ട്? ആലയത്തിൽ എന്തുണ്ട്? നന്മയുണ്ട്, പുഷ്ടി അനുഭവിക്കാം. ആലയത്തിന്റെ പുഷ്ടി കൊണ്ട് ബലപ്പെടുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതെല്ലാം അനുഭവിക്കണമെങ്കിൽ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. വെറുതെ വന്ന് നമ്മൾ വെറുതെ പോകുന്നവരായിട്ടല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വെറുതെ വന്ന് എന്തൊക്കെയോ കേൾക്കുന്നു, എന്തൊക്കെയോ ശബ്ദങ്ങൾ കോലാഹലങ്ങളെല്ലാം നടക്കുന്നു, അത് വെറുതെ വന്നിട്ട് നമ്മൾ പോകുന്നവരായിട്ടല്ല. ഇത് അനുഭവിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം? ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ദൈവവചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് ഞാൻ അല്പം ഒന്ന് മയങ്ങിപ്പോയി. മയങ്ങിയ സമയത്ത് ഒരു ദൈവദൂതൻ ഇറങ്ങി. ഞാൻ അന്ന് വായിച്ചുകൊണ്ട് തുടർമാനം വായിച്ചുകൊണ്ടിരുന്നതാണ്. സദൃശ്യവാക്യം വായിച്ചുകൊണ്ടിരിക്കുക. അന്ന് ഒരു ദൈവദൂതൻ എന്റെ മുമ്പിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇന്ന് ഇതല്ല നീ വായിക്കേണ്ടതെന്ന് പറഞ്ഞു. ഈ ബൈബിളിനെ മറിച്ച് ഞാൻ വച്ചിട്ട് പോയി നോക്കിയപ്പോൾ കാണാം ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ള ആധാരം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥന, ഇതെല്ലാം ദൈവദൂതൻ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നെന്ന് എനിക്കറിയില്ല. പക്ഷേ തിരുവചനത്തിൽ ദൈവദൂതൻ പലയിടത്തും ഇറങ്ങിയെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട വ്യക്തിയുടെ മധ്യ ദൈവദൂതൻ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദൈവദൂതൻ ഇറങ്ങി വരുമ്പോൾ തന്നെ ആ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനും കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം ഓരോ ഇടപെടലും ദൈവം നമ്മുടെ മേൽ ഇടപെടുമ്പോൾ അതിന്റെ കാര്യങ്ങളെല്ലാം ആ അനുഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ആരോടെങ്കിലും സുവിശേഷം നമ്മൾ പറയുമ്പോഴും, ഇപ്പോൾ സുവിശേഷം പറയുവാനായിട്ട് ആരോടും എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ സഹോദരിമാരുടെ മീറ്റിംഗിലെല്ലാം പ്രസംഗിക്കുന്നതും ഈ സഭയിൽ ശുശ്രൂഷിക്കുന്നത്, ഈ അനുഭവങ്ങളിലൂടെ എല്ലാം യാത്ര ചെയ്യുന്നത്, ആരോടും സുവിശേഷം ചെയ്യുന്നില്ല, പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഈ സുവിശേഷം പറയുമ്പോൾ ഓരോ വ്യക്തികളും വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവവചനത്തിലെ സത്യങ്ങൾ കേൾക്കുമ്പോഴും ദൈവം തന്ന അനുഭവങ്ങൾ കേൾക്കുമ്പോഴും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം തന്ന അനുഭവങ്ങളുടെ ഒരു വള്ളി പുള്ളി മാറ്റാനായിട്ട് കഴിയില്ല. അതുപോലെ തിരുവചനങ്ങളുടെ സത്യങ്ങളെ ഒരു വള്ളി പുള്ളി ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാനായിട്ട് കഴിയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വെളിച്ചത്തിൽ ജീവിക്കാൻ തക്കവണ്ണം, ഈ വെളിച്ചത്തിൽ തന്നെ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം, ഈ വെളിച്ചത്തിൽ തന്നെ തുടർന്ന് മുന്നോട്ട് കടന്നു പോകാൻ തക്കവണ്ണം, ഇത് ഏതുവരെ നമ്മൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നത് വരെ, ഇല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിലൊന്നും ആഗ്രഹമില്ലാത്തവർക്ക് ഇതൊന്നും പ്രാപിക്കാനും
കഴിയില്ല. ദൈവം നമ്മുടെ മധ്യ ഓടി വന്ന് അടിച്ച് പിടിച്ച് ഇങ്ങനെ നീ ചെയ്യുന്ന പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രൈസ് ഓഫ് ഗോഡ്. എന്നാൽ ചിലരേക്ക് വ്യക്തമായി വിളിച്ചു വേർതിരിച്ച അനുഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പ്രൈസ് ഓഫ് ഗോഡ്. എന്നാൽ അല്പമെങ്കിലും മനസ്സ് ദൈവസന്നിധിയിൽ സമർപ്പിക്കാതെ കർത്താവെ ഞാനൊരു പാപിയാണ് എന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കർത്താവെ എന്റെ പാപങ്ങളെ നീ ഒന്ന് ക്ഷമിക്കണമേ എന്ന് പറയാതിരിക്കുന്ന വ്യക്തിയുടെ അടുക്കൽ ആര് തരും? യേശുവിന് എങ്ങനെ ഇറങ്ങി വരുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഇരുട്ടിനകത്ത് എങ്ങനെ യേശുവിന് ഇറങ്ങി വരാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവേ ഞാൻ ഒരു പാപിയാണ്, എന്റെ ജീവിതത്തിൽ അരുതാത്തതെല്ലാം എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വ്യക്തിയാണ്, അരുതാത്തത് ഞാൻ പറഞ്ഞു പോയ ഒരു വ്യക്തിയാണ്, എന്റെ നാവ് കൊണ്ടെല്ലാം ഞാൻ അറിയാത്തത് പറഞ്ഞു പോയ ഒരു വ്യക്തിയാണ് കർത്താവേ. എന്നാലും നിന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് എന്റെ ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ. യേശുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വചനങ്ങളെല്ലാം ഞാൻ കേൾക്കുകയാണല്ലോ. കർത്താവേ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടാവാൻ വേണം. കർത്താവ് എന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് കർത്താവെ ഈ വിളിച്ച എന്റെ മേലൊന്ന് തുകരണമേ. ഇത് പ്രാർത്ഥിക്കാൻ നമുക്ക് ആർക്ക് കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ പല മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്. പലരും പല മേഖലകളിലാണ്. ഒന്ന് ജോലി ചെയ്യാൻ പോകാത്തവരല്ല, അടുക്കളയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നവർ, കുടുംബ കാര്യങ്ങൾ നോക്കി കഴിയുന്നവരാണ്. എല്ലാവർക്കും അതേതാതിന്റെ തിരക്കുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ തിരക്കൊഴിഞ്ഞ സമയം കർത്താവിന് വേണ്ടി കുറെ സമയം നമുക്ക് മാറ്റിവെക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വില കൊടുക്കുന്നവരുടെ ഇടയിലാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? ഇറങ്ങി വരുന്നത്. വില കൊടുത്ത് ദൈവസന്നിധിയിൽ നിൽക്കുന്നവരുടെ ഇടയിലാണ് കർത്താവ് ഇറങ്ങി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാം കഴിഞ്ഞിട്ട്, എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് പിന്നെ ദൈവത്തിന് ഒരു അല്പസമയം കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊരു വില കൊടുപ്പല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വില കൊടുത്ത് ദൈവസന്നിധിയിൽ നിന്നാൽ മാനിക്കുന്ന ഒരു ദൈവം നമ്മോട് ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാനിക്കുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഏതെങ്കിലും എനിക്കൊരു കഴിവുമില്ല, എനിക്കൊന്നും സംസാരിക്കാനോ എനിക്കൊന്നും പ്രവർത്തിക്കാനോ എനിക്കൊന്നും ചെയ്യുവാനോ ഒന്നും എനിക്ക് കഴിവില്ലാതെ നമ്മൾ പറഞ്ഞ് പിന്മാറുമ്പോഴും അവിടെയെല്ലാം നിന്റെ ചെറിയ കഴിവുകളെ ദൈവം നോക്കിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ചെറിയ കഴിവുകളെ അത് വലുതാക്കി മാറ്റുവാൻ ദൈവം ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഉദ്ദേശത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? സമർപ്പിച്ചു കൊടുക്കണം. കർത്താവേ എനിക്ക് വലിയ വിദ്യാഭ്യാസമോ, എനിക്ക് വലിയ കഴിവോ, എനിക്ക് വലിയ സാമ്പത്തിക ശ്രേഷ്ഠതയോ, എനിക്ക് വലിയ വേറെ കുടുംബ ശ്രേഷ്ഠതയോ ഒന്നും എനിക്കില്ല കർത്താവേ എന്ന് പറഞ്ഞ് നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ നിന്നെ ഉപയോഗിക്കുവാൻ ദൈവശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദാവീദിനെ ഉപയോഗിച്ചതിന്റെ കാര്യം എന്താണ്? തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുമായിരുന്നു. എപ്പോഴും ദൈവസന്നിധിയിൽ താഴ്ത്തുമായിരുന്നു. ദൈവം പറയുന്ന കാര്യങ്ങളെല്ലാം വിവേകത്തോടെ, ഭയങ്കരമായ കടന്നു പോകുന്ന സ്ഥാനത്തെല്ലാം വിവേകത്തോടെ കാര്യങ്ങളെ ക്രമീകരിച്ച് മടങ്ങി വരുമായിരുന്നു. പോകുന്നിടത്തെല്ലാം വിശ്വസ്തയോടെ ചെയ്യുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി ദാവീദ് വിശ്വസ്തയോടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ തെറ്റിപ്പോയ ഒരു സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തെറ്റിപ്പോയ ഒരു സമയം, യുദ്ധത്തിന് പോകേണ്ട സമയത്ത് ഭവനത്തിലായിരുന്നു. മാലിക നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അവിടെ പരീക്ഷ അനുഭവിക്കാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ അനുഭവിക്കാൻ ഇടയായി തീർന്നു. വീണ്ടും ദൈവസന്നിധിയിൽ കരയുവേണ്ട അവസ്ഥ വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇതിന്റെ മധ്യേ എല്ലാം കടന്നു പോകേണ്ട സ്ഥാനത്ത് വീണ്ടും കടന്നുപോയി. ശൗലിന്റെ ഭയങ്കരമായ കുന്തത്തിൽ നിന്നും ശൗലിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാം ഒളിച്ചോടേണ്ട സമയങ്ങൾ വന്നു. ഗുഹാമുഖങ്ങളെല്ലാം ചെന്ന് അഭയം പ്രാപിക്കേണ്ട സമയങ്ങളെല്ലാം വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് പ്രതികൂലം കടന്നു വന്നാലും ശരി, ഏത് പ്രയാസം കടന്നു വന്നാലും ശരി, ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവനെ ദൈവം എത്തിക്കേണ്ട സ്ഥാനത്ത് ദൈവം എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും അഭിഷേകം ചെയ്ത് അത് തിരിച്ചു കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദാവീദ് പറയാണ് യഹോവയുടെ വെളിച്ചവും. ജനം പറഞ്ഞു, ഭൃത്യന്മാർ പറഞ്ഞു, നീ ഇസ്രായേലിന്റെ ദീപമാ. പ്രൈസ് ദി ലോർഡ്. ആ ദീപം കെട്ടുപോകാൻ പാടില്ല. പക്ഷേ ദാവീദ് പറഞ്ഞു യഹോവയുടെ വെളിച്ചവും എന്റെ രക്ഷയും, ഞാൻ ആരെ എത്തിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ഈ വെളിച്ചത്തിൽ ഭയങ്കരമായ വിശ്വാസം ദാവീദിനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിൽ ഭയങ്കര വിശ്വാസവും ഉറപ്പും ദാവീദിനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുലുങ്ങാതെ, എന്നേക്കും യഹോവയെ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സീയോൻ പർവ്വതം പോലെ ആകും. പ്രയാസങ്ങൾ വന്നോട്ടെ, പ്രതികൂലങ്ങളെല്ലാം കടന്നു വന്നോട്ടെ. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കടന്നു വന്നില്ല എങ്കിൽ ദൈവസന്നിധിയിൽ ഒരു തുള്ളി കണ്ണുനീര് വരുമോ? ആർക്കെങ്കിലും പ്രതികൂലങ്ങൾ കടന്നു വന്നില്ലെങ്കിൽ കണ്ണുനീര് വരുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ഒന്നുകൂടെ ഉണർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ദൈവസന്നിധിയിൽ കരയുവാൻ,
ഒന്നുകൂടെ ദൈവസന്നിധി ഉപവസിച്ച് മുന്നേറുക. ഇതിനൊക്കെ വേണ്ടി ആ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇത് കടന്നു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ സമയം നമ്മൾ നഷ്ടമാക്കരുത്. ഏത് പ്രതികൂലം കടന്നു വരുമോ അവിടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഈ പ്രതികൂലങ്ങളെ മാറിപ്പോകാനും ഈ കഷ്ടതയിൽ ഒരു ജയം തരുവാനും ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിപ്പാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഉണരണം. പ്രൈസ് ദി ലോർഡ്. ദാവീദ് തന്റെ കഷ്ടതയിലെല്ലാം യഹോവയോട് നിലവിളിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? അല്ല. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവര് ദൈവം സ്വർഗത്തിലുണ്ടെന്നുള്ള നല്ല ബോധമുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ വെളിച്ചം നമ്മെ സമാധാനപരമായി എന്ത് പ്രതികൂലം വന്നാലും ഹൃദയത്തിനകത്ത് സ്വസ്ഥതയും സമാധാനം തന്ന ദൈവം ഉറക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു സ്നേഹവും ദൈവസ്നേഹവും ഈ പ്രകാശവും അനുഭവിക്കാത്ത, ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കാത്ത ഏത് വ്യക്തിക്കും പ്രയാസവും പ്രതികൂലവും കടന്നു വരുമ്പോൾ പഴയ ഇരുട്ടിലോട്ട് അവർ പോകും. പ്രൈസ് ദി ലോർഡ്. ഇരുട്ടിലോട്ട് അവർ പ്രവേശിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ പേർച്ചെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ ദൈവസഭയിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ നിന്നെ കൈവിടുന്ന ഒരു ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. നീ പുറകോട്ട് പോയാലും ദൈവത്തിന്റെ ദൂതന്മാർ കാവലായി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ദൂതന്മാരെ കുറിച്ച് അനേക അനുഭവങ്ങൾ പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്റെ കഷ്ടതയിലെല്ലാം ഇറങ്ങി വന്ന ദൈവദൂതന്മാരെ കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. അവിടെ എല്ലാം ദൈവം നിർത്തിയത് എന്റെ ദൈവത്തിന്റെ സാന്നിധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൃപയെ അവിടെയെല്ലാം നിർത്തിയത്. പ്രൈസ് ദി ലോർഡ്. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഘട്ടങ്ങളും അനുഭവിച്ച സ്ഥാനത്തെല്ലാം കർത്താവിന്റെ ആശ്വാസം ദൈവത്തിന്റെ വചനവുമായി നിർത്തിയത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ വെളിച്ചം കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. പ്രൈസ് ദി ലോർഡ്. ഈ വെളിച്ചത്തിലൂടെ നമ്മൾ നടന്നാൽ നമ്മൾ ഇരുട്ടിലോട്ട് പോകാതെ വേണം ഈ വെളിച്ചം നമ്മെ സംരക്ഷണം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഒരു വെളിച്ചം ഇറങ്ങി വന്നു. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തില് അവിടെ ഒരു വെളിച്ചം ഇറങ്ങി വന്നു. 12:7 ഒന്ന് വായിക്കാമോ? മതി. അവിടെ പത്രോസിനെ പെട്ടെന്ന് യാക്കോബിനെ വാൾ കൊണ്ട് അർത്ഥതുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുക ഹെരോദാവും. ഈ പത്രോസിനെ വാൾ കൊണ്ട് അർത്ത് അവർക്കെല്ലാം സന്തോഷിക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ഇരുന്ന സമയത്താണ് അവരുടെ ആശയെല്ലാം എന്നുവെച്ചാൽ അവർ നിലച്ചതൊന്നും നടന്നില്ല. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നപ്പോൾ പത്രോസ് ഭയങ്കര ഉറക്കമാണ്. വിലാപ്പുറത്ത് തട്ടിയൊക്കെ എണീറ്റു. അവിടെ ഒരു വെളിച്ചം പകർന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു വെളിച്ചം വന്നപ്പോൾ അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ കൈമേൽ നിന്ന് ചങ്ങലെല്ലാം അഴിഞ്ഞു വീണു. പ്രൈസ് ദി ലോർഡ്. ഈ വെളിച്ചത്തിന് ഭയങ്കരമായ ശക്തിയുണ്ട്. കാരണം ഇതാരും നിസ്സാരമായൊന്നും കണക്കാക്കരുത്. ഇതെല്ലാം ഏതോ കഥകളാണ് നമ്മൾ പറയുന്നത് എന്നുള്ള ചിന്തയിൽ ആരും ഇരിക്കരുത്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതോ കഥ കേറി നിന്ന് ഗീതാന്റി സംസാരിക്കുന്നു, അങ്ങനെ ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തുള്ള എല്ലാ സംഭവങ്ങളും അതാത് സംഭവിച്ച കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടു. ദൈവദാസന്മാർ അനുഭവിച്ച കാര്യങ്ങൾ അതിനകത്ത് എഴുതി. ദൈവമക്കൾ ഓരോ ദിവസവും ഇതിനകത്തൂടെ നടന്നുപോയ കാര്യങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതങ്ങളിൽ ചെറിയ ചെറിയ അനുഭവങ്ങൾ തന്ന ദൈവം നിർത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് സന്തോഷിച്ചുകൊണ്ടിരുന്ന ഹെരോദാവിന്റെ വിരോധമായ ദൈവത്തിന്റെ ദൂതൻ എങ്ങനെ ഈ അകത്തിറങ്ങിയത്? പ്രൈസ് ദി ലോർഡ്. ആ മതിലെല്ലാം പൂട്ടി. കാരണം 1-ാം കാവലും 2-ാം കാവലും എല്ലാം കടന്ന് ഇരുമ്പുവാതും എല്ലാം അതിനകത്താ പത്രോസിനെ ഏറ്റത്. ഇതിനകത്ത് എങ്ങനെ ദൈവദൂതൻ ഇറങ്ങി? പ്രൈസ് ദി ലോർഡ്. ആര് നിന്നെ അപായപ്പെടുത്തി ഒഴിച്ചിരുത്തിയാലും, ആര് നിന്നെ ദുർഘടങ്ങൾ അകപ്പെടുത്തി ഇരുത്തിയാലും, ഏത് ഇരുട്ടിന്റെ മധ്യേ നിന്നെ ഇട്ടിരുന്നാലും അവിടെ വെളിച്ചമായി ഇറങ്ങി വരുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവദൂതൻ വന്നിറങ്ങി. പക്ഷെ സംഭവിച്ചത് കൈമേലെന്ന് ചങ്ങലെല്ലാം എന്ത് ചെയ്തു? അഴിഞ്ഞു വീഴുവാൻ ഇടയിൽ തീർന്നു. ഈ വെളിച്ചം നമ്മുടെ ജീവിതങ്ങളിൽ ഇറങ്ങുവാൻ തയ്യാറായാൽ നമ്മെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു വീഴുവാൻ സഹായിക്കും. പ്രൈസ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ അഴിക്കുവാനായിട്ട് നീ ആരുടെ മുമ്പിൽ ചെന്നിരിക്കേണ്ട ആവശ്യമില്ല. നീ ഒന്ന് ഹൃദയമായി ഒന്ന് പറഞ്ഞാൽ മതി, കർത്താവേ ഈ വെളിച്ചം എന്റെ മേലും ഉദിപ്പിക്കണമേ. പ്രൈസ് ഹല്ലേലൂയ. എന്നെ ഭരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും എന്നെ വിട്ടു മാറുവാൻ തക്കവണ്ണം കർത്താവേ ഈ വെളിച്ചം എന്റെ മേലും ഉദിപ്പിക്കണമേ എന്ന് നീ ഹൃദയമായി ദൈവത്തോടൊന്ന് പറയണം. പ്രൈസ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞാലേ മിക്കയിടത്തും ദൈവം പ്രവർത്തിച്ചിട്ടുള്ളൂ. പ്രൈസ് ഹല്ലേലൂയ. ഒന്നും പറയാതിരിക്കുന്നവരുടെ ആവശ്യങ്ങൾ ദൈവത്തിന് പ്രവർത്തിക്കുന്നില്ല. ആവശ്യങ്ങൾ ദൈവത്തോട് പറയണം. കാരണം ഒരു കുഞ്ഞ് സംസാരിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കത്ര ബുദ്ധിയും കഴിവൊന്നുമുള്ളവരല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്.
എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ദൈവം തന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കുഞ്ഞ് സംസാരിച്ചു തുടങ്ങുമ്പോൾ കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും അറിയാം ആ കുഞ്ഞിതാണ് സംസാരിക്കും. പക്ഷെ വേറൊരു വ്യക്തി നോക്കി ആ കുഞ്ഞ് എന്തോ ചിലവെല്ലാം പറയുന്നു തോന്നും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ആ കുഞ്ഞിന്റെ ശബ്ദം അപ്പനും അമ്മയും തിരിച്ചറിയുന്നത് പോലെ വിശ്വാസത്തിൽ മുന്നേറാൻ വേണ്ടി ബന്ധപ്പെടുന്ന, ആഗ്രഹിക്കുന്ന, എനിക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കണം, മാന്യതയോടെ ജീവിക്കണം, എനിക്ക് വെളിച്ചത്തിൽ വസിക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് യാത്ര ചെയ്യുന്ന ഒരു മക്കളുടെ ശബ്ദം അതിന് ഒരു പ്രത്യേക ഭാഷയൊന്നും കാണില്ല, അറിയില്ല. ഈ ശബ്ദം ദൈവം തിരിച്ചറിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വിദ്യാഭ്യാസം ഇല്ലെങ്കിലും, ഒന്നും കഴിവില്ലെങ്കിലും ദൈവത്തോട് പറഞ്ഞാ മതി, കർത്താവേ നിന്റെ പ്രകാശം എന്റെ മേൽ അയക്കണമേ എന്നൊരു കാര്യം പറയുമ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ദൈവം ക്രമീകരിക്കും. പ്രൈസ് ദി ലോർഡ്. കരങ്ങളിലോട്ട് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ ഒരു അറയിൽ വെളിച്ചം പകർന്നതാണ് പത്രോസിന്റെ വിടുതലിന്റെ കാരണമായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. സഭ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടെ മുമ്പിൽ തന്നെ ചെന്ന് പത്രോസിന് നിൽപ്പാനായിട്ട് എന്ത് ചെയ്തു? കഴിഞ്ഞു. ആ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ഈ നമ്മുടെ ശൗലുണ്ട്, ശൗലിന്റെ മേൽ ഒരിക്കൽ എന്ത് ചെയ്തു? പ്രകാശിച്ചു. പ്രൈസ് ദി ലോർഡ്. 9-ാമത്തെ അധ്യായത്തിൽ, അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ ഒരു പ്രകാശം ശൗലിനെ ചുറ്റിമിന്നി. കാരണം അന്ന് ഭയങ്കരമായ ദൈവജനത്തെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആര് ദൈവജനത്തെ ഉപദ്രവിക്കുന്ന വ്യക്തിയായാലും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ദൈവം ഒരു പരിധി വരെ എന്ത് ചെയ്യും? അത് വെച്ചേക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ സഡനായിട്ടൊരു പ്രവൃത്തി ചെയ്യേണ്ടത് അന്നത്തെ ആവശ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സുവിശേഷം, ദൈവത്തിന്റെ വചനം ദേശത്ത് വ്യാപരിക്കേണ്ടത് അന്നത്തെ ആവശ്യമായിരുന്നു. നിയോഗം പെട്ടെന്ന് എന്ത് ചെയ്തു? ശൗലിന്റെ മേൽ കടന്നു വന്നു, ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അല്ലേ? അവിടെ വായിക്കുമ്പോഴൊക്കെ അറിയാം. 8:3 വായിക്കുമ്പോൾ ശൗൽ വീടുതോറും കയറി ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചേച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഈ തിരുവചനങ്ങളെ വായിച്ചപ്പോഴൊക്കെ എങ്ങനെയാണ് ഞാൻ ഈ മാർഗത്തിൽ നിൽപ്പാൻ കാര്യമെന്ന് പറഞ്ഞാൽ എനിക്കൊരു അത്ഭുതം വന്നു. ശരി തന്നെ, ഇത് ശരിയാണെന്നുള്ള കാര്യം എനിക്ക് തിരിച്ചറിയും ബോധം വന്നതെന്നറിയുമോ? ബൈബിൾ വായിക്കാൻ ദൈവം കൃപ നൽകി. കൃപ നൽകിയപ്പോൾ വായിച്ചപ്പോഴെല്ലാം ഈ സഭയെ മുടിപ്പിച്ചു പോന്നു, ഈ സഭയെ ഉപദ്രവിച്ചു, ഈ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ ഉപയോഗിച്ചു. പിന്നെ സദൂക്യർ വന്ന് യേശുവിനെ മിണ്ടാതൊക്കെ അവനെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു വൈദികൻ വന്നു. ഇതൊക്കെ എന്റെ മനസ്സിൽ ആഴമായി പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വൈദികന്റെ കൂട്ടത്തിൽ നിന്ന് നമ്മളെ ഒരു വൈദികൻ വന്ന് യേശുവിനെ പരീക്ഷിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ ആ വൈദികന്റെ അടുക്കൽ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെയാണ് ഈ മാർഗത്തെ കുറിച്ച് വ്യക്തമായ ഒരു ബോധം ദൈവം എനിക്ക് തന്നത്. ഇത് തോറ്റ മാർഗമല്ല, ഇത് ശരിയായ മാർഗമാണെന്നുള്ളൊരു ബോധം എന്റെ ഉള്ളിൽ തന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഈ ഉപദ്രവിച്ച സഭയെ മുടിച്ചു പോന്ന ശൗലിനെ വെളിച്ചം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം അന്ന് അവന് വലിച്ചിഴച്ച് കൊണ്ടുപോയി ഉപദ്രവിച്ച്, ഇനി ഈ നാമം, യേശുവിന്റെ നാമം നീ പറയരുത് എന്ന് പറഞ്ഞ് ഉപദ്രവിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് യേശു ഈ ജനത്തെ കൊല്ലുവാൻ വേണ്ടി അധികാരപത്രം അന്നത്തെ റോമൻ ഗവൺമെന്റ് ഇന്ന് വാങ്ങിച്ചു. പ്രയാണം ചെയ്ത് ഡെമസ്കോസിലെത്തിയപ്പോഴാണ് അവിടെ ഭയങ്കരമായ ഒരു മിന്നൽ പോലെ ഭയങ്കര പകലിനേക്കാളും 7 മടങ്ങ് വെളിച്ചം അവന്റെ മേൽ അടിക്കുവാനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ മിന്നൽ ശൗലിനെ ഭയങ്കരമായി രൂപാന്തരപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 9:22 പറയുന്നു, ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചുകൊണ്ട് ദമസ്കോസിൽ പാർത്ത യഹൂദന്മാരെ എന്ത് ചെയ്തു? മിണ്ടാതാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ സഭയെ മുടിച്ചു പോന്ന ഈ വ്യക്തി യേശുവിന്റെ വെളിച്ചം കടന്നു വന്നപ്പോൾ ദമസ്കോസിൽ കടന്നു വന്ന് ഈ യേശുവാണ് ദൈവം എന്ന് അതേ നാവ് കൊണ്ട് സംസാരിക്കാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വെളിച്ചം ആരുടെ മേലെല്ലാം വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെ എല്ലാം സുവിശേഷത്തിന് ഒരു വ്യാപ്തി ഉണ്ടായിട്ടുണ്ട്. അവർ കടന്നുപോയ സ്ഥാനത്തെല്ലാം അനേക പുരോഹിതന്മാർ യേശുവിനെ അംഗീകരിക്കാൻ ഇടയായി തീർന്നു. പുരോഹിതന്മാരുടെ വലിയൊരു കൂട്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഒരു അനുഭവങ്ങളാണ് എന്ത് ചെയ്യുന്നത്? യേശു ദൈവസന്നിധിയിൽ ദൈവം നമ്മെ നിർത്തുവാൻ ഇടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ 2 കൊരിന്ത്യർ 1:17 വായിക്കുമ്പോൾ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ദൈവം നമ്മെ വിളിച്ചു, വെളിച്ചത്തിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഐകമത്യമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഐക്യതയുള്ളവരായിരിക്കണം. അത് സഭയിൽ മാത്രമല്ല, ഭവനങ്ങളിലും ഐക്യതയുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഐക്യതയെ തകർക്കുവാൻ വേണ്ടി, ഈ ദൈവ
ദൈവസ്നേഹത്തെ തകർക്കുവാൻ വേണ്ടി ശത്രു ഭയങ്കരമായി എന്തെയും ബാധിക്കും നമ്മോട്. പ്രൈസ് ഹല്ലേലൂയ. ഒരു ഭവന സന്തോഷത്തോടെ ഇരിക്കുന്നത്, ഇല്ലെങ്കിൽ വ്യക്തികൾ സ്നേഹത്തോടെ ഇരിക്കുന്നത് ഒരേ ഒരു ആളിനെ മാത്രമാണ് ഇഷ്ടമില്ലാത്തത്, പൈശാചിക ശക്തികൾക്ക് മാത്രം. പ്രൈസ് ഹല്ലേലൂയ. പൈശാചിക ശക്തികൾ ഇതിനെ നശിപ്പിക്കുവാൻ വേണ്ടി നോക്കും. നീ പ്രാർത്ഥിച്ചിട്ട് നിന്റെ വീടിന് അങ്ങനെ പോകാൻ പറ്റൂലല്ലോ, അതിനെ ഒന്ന് തിരിച്ചു പിടിക്കണമെന്ന് ഈ പൈശാചിക ശക്തികൾ ഇങ്ങനെ തിരഞ്ഞു നടക്കിയ പ്രൈസ് അവനിടം നമ്മൾ എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. അവനിടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രൈസ് ഹല്ലേലൂയ ഇടം കൊടുക്കുന്നത്? നമ്മൾ ഇന്ദ്രിയ ജയത്തിലൂടെ അവൻ ഇടം കൊടുക്കാതിരിക്കണം. പ്രൈസ് ഹല്ലേലൂയ. ഇന്ദ്രിയ ജയത്തിലൂടെ നമ്മൾ ഇടം കൊടുക്കാതിരിക്കണം. പ്രൈസ് ഹല്ലേലൂയ. നമ്മൾ ഇന്ദ്രിയ ജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് ഇതെല്ലാം ഇന്ദ്രിയ ജയമാണെന്ന് കണക്കാക്കുന്നു. പ്രൈസ് ഹല്ലേലൂയ. നമ്മുടെ കണ്ണുണ്ട്, എല്ലാം കാണാം, പക്ഷെ കാണേണ്ടതേ കാണാവൂ. പ്രൈസ് ഹല്ലേലൂയ. നമ്മുടെ ചെവിയുണ്ട്, എല്ലാം കേൾക്കാം. ഇപ്പൊ സോഷ്യൽ മീഡിയയൊക്കെ ഭയങ്കരമായ പ്രസക്തിയുള്ള കാലഘട്ടമല്ലേ, എല്ലാം കാണാം, പക്ഷെ നമ്മൾ കാണേണ്ടതേ കാണാവൂ. അതിനപ്പുറം നമ്മളെ കണ്ണെന്ത് ചെയ്യാൻ പാടില്ല, പോകാനായിട്ട് പാടില്ല. എന്ത് വേണോ അതിൽ എന്ത് ചെയ്യാൻ നമുക്ക് തിരഞ്ഞെടുക്കാൻ ചോയ്സ് ഉണ്ട്. പ്രൈസ് ഹല്ലേലൂയ. ഒരു ചോയ്സിലോട്ട് നമ്മൾ എന്ത് ചെയ്ത് വിടരുത്. പ്രൈസ് ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ എന്ത് ചെയ്യണം, കണ്ണുമായിട്ട് ഒരു നിയമം ചെയ്യണം. പ്രൈസ് യു പറയും, ഞാൻ എന്റെ കണ്ണുമായിട്ട് ഒരു നിയമം ചെയ്തു. പ്രൈസ് ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ചെവിയുമായിട്ട് നമ്മളൊരു നിയമം ചെയ്യണം. പ്രൈസ് ഹല്ലേലൂയ. കേൾക്കേണ്ടത് മാത്രമേ കേൾക്കാവൂ. പ്രൈസ് ഹല്ലേലൂയ. ആരെങ്കിലും എന്തോ സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നമ്മൾ മറുപടി പറയാനായിട്ട് എന്ത് ചെയ്യരുത്, പോകരുത്. പ്രൈസ് ഹല്ലേലൂയ. മറുപടി പറയാൻ നമ്മൾ തുനിഞ്ഞിറങ്ങിയാൽ ആ ഭവനത്തിനകത്തുള്ള ഐക്യത നഷ്ടമാകും. പ്രൈസ് ഹല്ലേലൂയ. ഒത്തൊരുമ നഷ്ടമാകും. പരസ്പരം വൈരാഗ്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും വെറുപ്പുകളുടെയും ആ ഉറവിടം അവിടെ നിന്ന് തുടങ്ങുവാനിടയായി തീരും. പ്രൈസ് ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കേട്ടില്ല എന്ന് നടിക്കുക. പ്രൈസ് ഹല്ലേലൂയ. നമ്മൾ കേട്ട് മറുപടി പറയണ്ട. പ്രൈസ് ഹല്ലേലൂയ. നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക. പ്രൈസ് ഹല്ലേലൂയ. നമ്മുടെ ഉള്ളത്തിൽ ആവശ്യമില്ലാതെ എന്തെങ്കിലും ഒരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ നാം അശുദ്ധരായി തീർന്നുകൊണ്ടേയിരിക്കും. പ്രൈസ് ഹല്ലേലൂയ. കാരണമെന്ന് പറഞ്ഞാൽ പണ്ടേ കാലത്ത് യെരിഹോ പട്ടണങ്ങൾ ഏതെടുത്താലും പഴയ കാലത്ത് ഒരു മതിലുണ്ട്, ഒരു മതിൽ കെട്ടി ഉറപ്പാക്കിയിരിക്കും. അതാണ് യെരിഹോ മതിലില് 6-ാം അധ്യായത്തിൽ അത് യെരിഹോ മതിൽ നഷ്ടപ്പെട്ടു. ഒരു മതിൽ നഷ്ടപ്പെട്ടാൽ അതിനകത്ത് ആർക്ക് വേണോ പ്രവേശിക്കാം. പ്രൈസ് ഹല്ലേലൂയ. അന്നത്തെ കാലത്ത് മതിലെല്ലാം കെട്ടിവെക്കുന്നതെന്ന് പറഞ്ഞാൽ ഒറ്റ വാതിലേ കാണൂ. ആ വാതിലിനകത്തുനിന്ന് ആരെങ്കിലും അകത്ത് കയറിയാൽ അവർക്കറിയാം, ആര് പുറത്തിറങ്ങിയാലും അതവർക്കറിയാം. പക്ഷേ അതുപോലെയാണ് ഇന്ദ്രിയ ജയമില്ലാത്ത ദൈവമക്കൾ. മതിലിടിഞ്ഞ പട്ടണം പോലെയാണ്. നമ്മൾ ഈ കോട്ടകളെല്ലാം സൂക്ഷിച്ച് വച്ചില്ല എങ്കിൽ ആർക്ക് വേണോ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കാം, ആർക്ക് വേണോ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാം, നാവിലൂടെ പുറത്തിറങ്ങാം. അനാവശ്യമായി സംസാരിച്ച് നമ്മുടെ ശരീരത്തെ തന്നെ ആ ജീവചക്രത്തിൽ തന്നെ തീപിടിപ്പിക്കാം. പ്രൈസ് ഹല്ലേലൂയ. ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ ആരും എന്ത് ചെയ്യരുത്, കടന്നു പോകരുത്. പ്രൈസ് ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം നമ്മൾ നിയന്ത്രിച്ചും സൂക്ഷിച്ചും ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. പറയേണ്ട സ്ഥാനത്ത് മാത്രമേ കാര്യം പറയാം. പ്രൈസ് ഹല്ലേലൂയ. അനാവശ്യമായി ഒരു വാക്ക് നമ്മുടെ നാവിൽ നിന്ന് ചലിക്കുവാനായിട്ട് പാടില്ല. വിശദീകരിച്ച് വചനങ്ങൾ എടുത്ത് പറയാമായിരുന്നു, നമ്മുടെ സമയമില്ല. പ്രൈസ് ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ ഞാൻ കടന്നു പോവുകയാണ്. പ്രൈസ് ഹല്ലേലൂയ. കാരണം കർത്താവ് പറയുന്നു, കളിവാക്കൽ ദൈവജനത്തിന് സംസാരിക്കുന്ന പോലും എഴുതി വെച്ചിട്ടുണ്ട്. കാരണം സ്തോത്രം അത്രേ നിങ്ങളുടെ നാവിൽ നിന്ന് വരാൻ പാടുള്ളൂ. പ്രൈസ് ഹല്ലേലൂയ. ആരെങ്കിലും നിങ്ങൾ അനാവശ്യമായി പറഞ്ഞോ, ഉള്ളിനകത്ത് 10 സ്തോത്രം ആര് കേൾക്കാതെ പറ. ഈ വിളിച്ചതെല്ലാം അവരുടെ തലയ്ക്ക് എന്ത് ചെയ്യും, പോവും. പ്രൈസ് ഹല്ലേലൂയ. അത് നമുക്ക് കാണുകയും ചെയ്യാൻ പറ്റും. പ്രൈസ് ഹല്ലേലൂയ. ഈ അനുഭവത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. പ്രൈസ് ഹല്ലേലൂയ. ഈ വെളിച്ചങ്ങളെല്ലാം നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു, ഈ യേശുവിന്റെ വെളിച്ചം നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വന്നാൽ നാം ഇന്ദ്രിയ ജയമുള്ളവരായി തന്നെ നിൽക്കണം. പ്രൈസ് ഹല്ലേലൂയ. ഇതിനു വേണ്ടിയാണ് നമ്മെ ബലപ്പെടുത്തുന്നത് കർത്താവ്. പ്രൈസ് ഹല്ലേലൂയ. ഇതിനു വേണ്ടിയാണ് ദൈവം നമ്മെ ഓരോ ദിവസവും വചനം തന്ന് ആത്മാവിന്റെ ശക്തി തന്ന് ദൈവം നമ്മെ പുഷ്ടിപ്പെടുത്തുന്നത്. പ്രൈസ് ഹല്ലേലൂയ. ഈ ആത്മാവിന്റെ പുഷ്ടി നമ്മൾ പ്രാപിച്ച് ദൈവവചന പ്രകാരം നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ മാത്രമേ ഈ വെളിച്ചം നമ്മുടെ മേൽ ആവശ്യമുള്ളൂ. ഈ വെളിച്ചത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ബാക്കി ഭാഗങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. ഈ വെളിച്ചത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഒരുമിച്ച് കണ്ണടയ്ക്കാമോ? കർത്താവ് വീണ്ടും പറഞ്ഞു, യേശുവിനെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. പ്രൈസ് ഹല്ലേലൂയ. ഒന്ന് കണ്ണടയ്ക്കാമോ?
യേശുവിനെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവരാകും. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എന്നെ ഒന്ന് സഹായിക്കണമേ. എനിക്ക് ഇന്ന് വരെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ല. കർത്താവേ, ഈ വെളിച്ചത്തെ കുറിച്ച് ഞാൻ കേൾക്കുന്നു. ഈ വെളിച്ചം ഇന്നും ലോകത്തുണ്ടെങ്കിൽ കർത്താവേ, എന്റെ മേൽ ആ വെളിച്ചത്തെ ദൈവം ഉദ്ദീപിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തിനെ ഒന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായി കരങ്ങളടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ഹല്ലേലൂയ. നിങ്ങളുടെ മധ്യേ, നമ്മുടെ മധ്യേ ഉണ്ടാവുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. പ്രൈസ് ദി ഹല്ലേലൂയ. രണ്ടോ മൂന്നോ പേര് കൂടിയാലും അതിന്റെ മധ്യേ ഇറങ്ങി വരാമെന്ന് വാഗ്ദത്തം പറഞ്ഞ എന്റെ ദൈവം. പ്രൈസ് ദി ഹല്ലേലൂയ. ഈ പകൽക്കാലം യേശു വെളിച്ചമായി ലോകത്തിലുള്ളപ്പോൾ കർത്താവേ, അത് അനുഭവിക്കാതെ ഇരിക്കുന്ന ദൈവമക്കളുടെ മേൽ പരിശുദ്ധാത്മാവേ ആ വെളിച്ചത്തെ പകർന്നു കർത്താവേ. ഹല്ലേലൂയ. ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരുടെ മേൽ ആ വെളിച്ചം ഈ പകൽക്കാലം പകരട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ വെളിച്ചം ഓരോ ഉള്ളങ്ങളിലും വ്യാപരിക്കട്ടെ. ആ വെളിച്ചത്തിൽ ഇവർ വസിക്കാൻ തക്കവണ്ണം, ആ വെളിച്ചത്തിൽ ഇവർ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം, ആ വെളിച്ചത്തിൽ ഇവരുടെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ തക്കവണ്ണം, അവരുടെ ജീവിതയാത്ര മുന്നോട്ട് പോകാൻ തക്കവണ്ണം കർത്താവേ, ഈ വെളിച്ചം അവരെ സഹായിക്കണമേ. ഈ വെളിച്ചം അവരെ വഴി നടത്തണമേ. പത്രോസിന്റെ ആ മാലിക മുകളിൽ ഇറങ്ങിയുന്ന ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. കാരാഗ്രഹത്തിന് ഇറങ്ങി വന്ന കർത്താവിന്റെ വെളിച്ചം. ഹല്ലേലൂയ. പൗലോസിനെ ചുറ്റിമുന്നിയ വെളിച്ചം. ഓ ഹല്ലേലൂയ. ദാവീദ് ആ വെളിച്ചത്തിൽ ആശ്രയിച്ച് ജീവിച്ചതുപോലെ പരിശുദ്ധാത്മാവേ, എല്ലാ മക്കളെയും നിന്റെ വെളിച്ചത്തിൽ ഒന്ന് ബലപ്പെടുത്തണമേ കർത്താവേ. നിന്റെ സ്നേഹത്തിൽ ഒന്ന് ബന്ധിക്കണമേ കർത്താവേ. നിന്റെ ദൈവത്തിന്റെ സ്നേഹത്തിൽ മുന്നേറുവാൻ തക്കവണ്ണം, അപ്പൊ ഐക്യപ്പെട്ട് കർത്താവേ, ഐക്യമുള്ളവർ ജീവിക്കാൻ തക്കവണ്ണം പരിശുദ്ധനെ അങ്ങ് സഹായിക്കണമേ കർത്താവേ. എല്ലാ പ്രതികൂലങ്ങളും അവരെ അലട്ടുന്ന എല്ലാ അന്ധകാര ബോധങ്ങളും എല്ലാ പ്രതികൂല ശക്തികളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിനെ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. പാപങ്ങളെയും തെളികളെയും ശബ്ദ സകലവരെയും സൗന്ദര്യം യേശു തന്ന അധികാരം വെച്ച് കൽപ്പിക്കുന്നു. വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. കർത്താവേ, നിന്റെ സ്നേഹത്തിൽ വളരുവാൻ തക്കവണ്ണം, നിന്റെ കൃപയിൽ ബലപ്പെടുവാൻ തക്കവണ്ണം കർത്താവേ, നിന്റെ വെളിച്ചത്തിൽ ഓരോ ദിവസം ജീവിക്കാൻ തക്കവണ്ണം, ഇരുകൾ നടക്കാതെ വണ്ണം കർത്താവേ, ഇന്ത്യയെ ജയമുള്ള മക്കളായി നിൽക്കാൻ തക്കവണ്ണം പരിശുദ്ധനെ സഹായിക്കണമേ കർത്താവേ. ഓരോരുത്തരുടെ മേലും നിന്റെ സാന്നിധ്യം വഹിക്കണമേ കർത്താവേ. ദൈവത്തിനുള്ള വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, രോഗികളായിരിക്കുന്നവരെ വേദപ്പെടുത്തണമേ, സൗഖ്യമാക്കണമേ കർത്താവേ. സകല പ്രതികൂലങ്ങൾ വിടുവിക്കണമേ. ഞെരുക്കത്തിലിരിക്കുന്നവരെ വിശാലതയിൽ കൊണ്ടുവരണമേ കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, ഏതെല്ലാം പ്രതികൂലത്തിന്, ഏതെല്ലാം കർത്താവേ ഹല്ലേലൂയ കുടുംബ ഭാരങ്ങളില് ആരെങ്കിലും ഭവനത്തിനകത്ത് വേദനപ്പെടുന്ന മക്കളുണ്ട് കർത്താവേ. ഹല്ലേലൂയ. അവിടെ ഈ വെളിച്ചം ദൈവം വളരണമേ കർത്താവേ. ദൈവത്തെ വെളിപ്പെടണമേ കർത്താവേ. കുടുംബങ്ങളിൽ ഐക്യത വരുന്ന കർത്താവേ, അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അപ്പാ കർത്താവേ, ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി കർത്താവേ ഹല്ലേലൂയ ഐക്യതയിൽ തിരഞ്ഞവരെ നിൽപ്പാട്ടക്കവനം പരിശുദ്ധനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപസാന്നിധ്യം കൂടെ സഹായിക്കണമേ. എല്ലാ മക്കളെയും ബലപ്പെടുത്തണമേ കർത്താവേ. ആത്മാവിന്റെ ബലത്തോടെ വാഗ്ദാനം മടങ്ങുവാൻ തക്കോണം പരിശുദ്ധനെ സഹായിക്കുന്നതിനായി സ്തോത്രം. നീ അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. അതിശയങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവേ. അടുത്ത ആഴ്ച കടന്നു വരുമ്പോൾ ദൈവമേ, സാക്ഷ്യമുള്ള മക്കളായി വരുവാൻ ദൈവമേ, ദൈവത്തിന്റെ വെളിച്ചം അവർ അനുഭവിച്ചെന്ന് പറയുന്ന സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ പരിശുദ്ധനാ ദൈവം സഹായിക്കും. നീ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. നീ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. വിടുതലായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.